യുവനടിയുടെ പീഡന പരാതിയിൽ സിദ്ദിഖിനെയും ഉടൻ ചോദ്യം ചെയ്യും. നടിയുടെ രഹസ്യമൊഴി ലഭിച്ചാൽ ഉടൻ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ക്രൈംബ്രാഞ്ച് SP മധുസൂദനന്റെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. വിവരങ്ങൾ TV പ്രസാദ് നൽകും. പ്രസാദ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, പിന്നാലെ ആരോപണങ്ങൾ ഉയർന്നു, അതിന് പിന്നാലെ പരാതികളിലേക്ക് നീങ്ങുന്നു, അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു, അതിനുശേഷം മൊഴിയെടുപ്പാണ് കാര്യമായിട്ട് ഇതുവരെ നടന്നിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഒരു ചോദ്യം ചെയ്യലിലേക്ക്, അല്ലെങ്കിൽ ഈ ആരോപണം ഉയർന്ന വ്യക്തികളെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പലരെയും ചോദ്യം ചെയ്യുന്ന ഇതിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. സിദ്ദിഖിനെയും ഉടൻ ചോദ്യം ചെയ്യും എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും ഈ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക? അതിലൊരു തീരുമാനമെടുക്കേണ്ടത് യുവനടിയുടെ രഹസ്യമൊഴി കിട്ടിയതിന് ശേഷമാണ്. മൊഴി കിട്ടാനുള്ള അപേക്ഷ ഇതിനകം തന്നെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇത് കിട്ടിയതിന് ശേഷമാണ് നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എപ്പോഴത്തേക്കാണ് എന്നുള്ളത് ഇന്നോ നാളെയോ ആയിട്ട് അറിയാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ വെളിപ്പെടുത്തലിനെ തുടർന്ന് എടുത്ത കേസുകളിൽ അല്ലെങ്കിൽ വന്ന പരാതികളിൽ ഏറ്റവും സജീവമായി മുന്നോട്ട് പോകുന്ന കേസുകളിൽ ഒന്നാണ് സിദ്ദിഖിൻ്റെ കേസ്. സിദ്ദിഖാണ് ആദ്യം ആരോപണ വിധേയനായി AMMയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തത്. തിരുവനന്തപുരത്തെ യുവനടിയാണ് പരാതി നൽകുകയും ചെയ്തത്. സിദ്ദിഖുമായി ബന്ധപ്പെട്ട് സജീവമായ അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘവും അതുപോലെ തന്നെ പോലീസും നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ മ്യൂസിയത്തിലെ വനിതാ SIയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം തുടങ്ങിയത്. പരാതി കിട്ടിയതിന് പിന്നാലെ തന്നെ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. പിന്നാലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നതും നമ്മൾ കണ്ടു. അതായത് 2016 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് സിദ്ദിഖിനെ കണ്ടത് എന്നായിരുന്നു ആ യുവനടിയുടെ മൊഴി. നിളയിൽ സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായ ദിവസമാണ് അവിടേക്ക് വിളിച്ചു വരുത്തി തന്നെ പീഡിപ്പിച്ചത് എന്നായിരുന്നു യുവനടി നൽകിയ മൊഴി. അങ്ങനെ 2016 ജനുവരി ഫെബ്രുവരി മാസത്തെ മുഴുവൻ രേഖകളും പരിശോധിച്ചതിൽ നിന്ന് സിദ്ദിഖ് താമസിച്ച ദിവസങ്ങളുടെ വിവരമെടുക്കുമ്പോൾ ജനുവരി 28, അതായത് 2016 ജനുവരി 28 നീള തിയേറ്ററിൽ അങ്ങനൊരു പ്രിവ്യൂ നടന്നിട്ടുണ്ട്. അതേ ദിവസം തന്നെ സിദ്ദിഖ് അവിടെ താമസിച്ചിട്ടുമുണ്ട്. അങ്ങനെ താമസിച്ച ദിവസം സന്ദർശക ഡയറിയിൽ ഈ വന്ന യുവനടിയുടെ പേരുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാഥമിക പരിശോധനയിൽ കാര്യമായ ഒരു എവിഡൻസ്, അതായത് സംഭവം നടന്നു എന്ന് യുവനടി പറയുന്ന ദിവസം സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടുകയും ചെയ്തു. സാധാരണഗതിയിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇത്തരം കേസുകളിൽ തെളിവുകൾ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഏറ്റവും പ്രധാനമായി പോലീസ് ഇന്ന് ആശ്രയിക്കുന്നത് ശാസ്ത്രീയമായ 2 തെളിവുകളെയാണ്. അതിലൊന്ന് ഫോൺ വിളി വിശദാംശങ്ങൾ, അതായത് കോൾ ഡീറ്റെയിൽ റെക്കോർഡ് എന്നറിയപ്പെടുന്ന CDR ഫോൺ വിളി വിശദാംശങ്ങളാണ്. രണ്ടാമത്തേത് CCTV ആണ്. ഇതിന് രണ്ടിനുമുള്ള ഒരു പ്രശ്നം, ഒരുപാട് പഴകിക്കഴിഞ്ഞാൽ ഇത് കിട്ടില്ല എന്നുള്ളതാണ്. അതായത് ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് 2 വർഷം മുമ്പുള്ളത് മാത്രമേ ശേഖരിച്ച് വയ്ക്കേണ്ടതുള്ളൂ. ഫോൺ വിളി വിശദാംശം, ലൊക്കേഷൻ, ആരെ വിളിച്ചു തുടങ്ങിയ എല്ലാ വിവരങ്ങളും അടങ്ങിയ CDR 2 വർഷത്തേത് മാത്രമേ സൂക്ഷിച്ചു വയ്ക്കേണ്ടതുള്ളൂ. അങ്ങനെയെങ്കിൽ സിദ്ദിഖിൻ്റെ ഈ കേസിൽ 2016 നടന്ന സംഭവമായതുകൊണ്ട് CDR കിട്ടില്ല. പിന്നെയുള്ള സാധ്യത CCTV ആണ്. 2016 3 മാസത്തെ CCTV ശേഖരിച്ച് വയ്ക്കുന്ന സംവിധാനം മാത്രമായിരുന്നു മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായത്. അതും അവസാനിച്ചു. പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള തെളിവ് എന്നുള്ളത് ഡിജിറ്റലായി സംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ്. അത് ഇപ്പോൾ യുവനടി പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആ സമയത്ത് സിദ്ദിഖുമായി ചാറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറി എന്ന വിവരം വരുന്നു. അങ്ങനെയെങ്കിൽ അത് ഡിജിറ്റൽ എവിഡൻസായി പരിഗണിക്കുന്നു. ഒപ്പം യുവനടിയുടെ അച്ഛനെയും അമ്മയെയും സാക്ഷികളാക്കുന്നു. അതോടൊപ്പം തന്നെ അന്ന് ഹോട്ടലിലുണ്ടായിരുന്ന ജീവനക്കാർ സിദ്ദിഖിനെയും പെൺകുട്ടിയെയും തിരിച്ചറിയുക കൂടി ചെയ്താൽ പ്രധാനപ്പെട്ട തെളിവുകളായി അത് മാറും എന്നുള്ളതാണ്. എന്തായാലും സിദ്ദിഖിൻ്റെ കേസിനെ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമൊഴി കിട്ടിയതിന് ശേഷം എത്രയും പെട്ടെന്ന് നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് അല്ലെങ്കിൽ അവിടേക്ക് പോയി ചോദ്യം ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. TV പ്രസാദ്, എന്തായാലും പീഡന പരാതിയിൽ സിദ്ദിഖിനെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നടിയുടെ രഹസ്യമൊഴി ലഭിച്ചാലായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.